കർശന നിയന്ത്രണങ്ങളോടെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ രണ്ടാം ദിവസം. അടിയന്തര യാത്രകൾക്ക് പോലീസ് പാസ് നിർബന്ധമാണ്. മരണം, വിവാഹം, രോഗിയെ ചികിത്സയ്ക്കായി കൊണ്ടുപോകൽ തുടങ്ങിയവയ്ക്ക് ജില്ല വിട്ട് യാത്ര അനുവദിക്കൂ. വാക്സിൻ സ്വീകരിക്കുന്നതിനും സമീപ പ്രദേശങ്ങളിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനും സത്യവാങ്മൂലം മതിയാകും. അതിർത്തികളിൽ പോലീസ് പരിശോധന ശക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും VS അനുവും, കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാറും, കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തും, മലപ്പുറത്ത് നിന്ന് CV അനുമോദും, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം VS അനുവിലേക്ക്. അനു, സംസ്ഥാനത്തിന്റെ പൊതുസ്ഥിതി എങ്ങനെയാണ്? പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് ഏതെല്ലാമാണ്? കിരൺ, ഇന്ന് സമ്പൂർണ്ണ അടച്ചിടലിന്റെ രണ്ടാം ദിവസമാണ്. ആദ്യ ദിവസങ്ങളിലേതുപോലെ തന്നെ ഇന്ന് ജനങ്ങൾ പൊതുവെ ലോക്ക്ഡൌണിനോട് സഹകരിക്കുന്നു എന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ തിരുവനന്തപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകൾ സഞ്ചരിച്ചു. എല്ലായിടങ്ങളിലും തിരക്ക് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതോടുകൂടി തിരക്ക് നന്നേ കുറവ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുന്നു. കാരണം പോലീസിന്റെ പാസ്, അതുപോലെ തന്നെ സത്യവാങ്മൂലം എന്നിവ ഇല്ലാത്തവരെ കടത്തിവിടുന്നില്ല. മാത്രമല്ല, ഈ അവശ്യ സർവീസുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. ഏതായിരുന്നാലും ഈ സമ്പൂർണ്ണ അടച്ചിടലുമായി ജനങ്ങൾ സഹകരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ സംസ്ഥാനത്ത് 41,000-ന് മുകളിലേക്ക് കോവിഡിന്റെ കണക്ക് ഉയർന്നു. മാത്രമല്ല, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോഴും 28% മുകളിലാണ് എന്നുള്ളതും ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. അതേസമയം ഈ വാക്സിൻ നൽകുന്ന ഇടങ്ങളിൽ അത് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. വാക്സിൻ എടുക്കാൻ പോകുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചാൽ പോലീസ് കടത്തിവിടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സത്യവാങ്മൂലവും പാസും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് കൂടുതൽ പോലീസ് പരിശോധിക്കുന്നത്. സത്യവാങ്മൂലമോ പാസോ ഐഡന്റിറ്റി കാർഡോ ഇല്ലാത്ത ആരെയും പോലീസ് യാത്രാ അനുമതി നൽകുന്നില്ല. പക്ഷേ ഏറെ പോസിറ്റീവായി കാണേണ്ട ഒരു കാര്യം, ഈ ഐഡന്റിറ്റി കാർഡ്, അതായത് അവശ്യ സർവീസുകളിലുള്ളവർ ഐഡന്റിറ്റി കാർഡും അല്ലെങ്കിൽ സത്യവാങ്മൂലമോ പാസോ ഇല്ലാതെ ആളുകൾ നിരത്തിലിറങ്ങുന്നത് കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പോലീസ് പരിശോധിക്കുന്ന ഇടങ്ങളിൽ ഈ സത്യവാങ്മൂലമില്ലാതെ എത്തുന്ന ആളുകളെ തടഞ്ഞു നിർത്തുന്ന കാഴ്ച നമുക്ക് കാണാം. പക്ഷേ ഇന്ന് അത്തരം വാഹനങ്ങൾ അങ്ങനെ തടഞ്ഞു നിർത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആവശ്യത്തിനുള്ള അടിയന്തര സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടവർ മാത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. നിയന്ത്രണങ്ങളോട് ജനങ്ങൾ സഹകരിക്കുന്നു, കൂടുതൽ സഹകരണം ഉണ്ടാവുന്നു എന്നുള്ള വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് VS അനു റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാറാണ്. അനീഷ്, എന്താണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ ബാബു, ഇന്ന് അവധി ദിനമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്കുള്ള ആളുകളുടെ ഒരു പ്രവാഹത്തിന് അയവുണ്ട്. സാധാരണഗതിയിൽ അവശ്യ സർവീസുകളിലെ ആളുകൾ പോലും നിരവധി പേർ എത്താറുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ പലതിനും പ്രവൃത്തികൾ അല്ലെങ്കിൽ അവർക്ക് സഞ്ചാരത്തിനുള്ള അനുമതി സർക്കാർ നൽകിയിരുന്നു. അതുകൊണ്ട് ഇന്ന് അവധി ദിനമായതുകൊണ്ട് തന്നെ അത്തരം വാഹനങ്ങളുടെ എണ്ണവും വളരെ കുറവാണ്. ഒപ്പം പോലീസ് പാസ് സൗകര്യങ്ങളടക്കമുള്ളവ ഇന്നലെ മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ യാത്രാരേഖകളില്ലാതെ വരുന്നവർക്ക് ഒരു തരത്തിലുമുള്ള അനുമതി നൽകില്ല എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ 175 കേസുകളാണ് ജില്ലയിൽ പലയിടങ്ങളിലായി എടുത്തിരിക്കുന്നത്. ഇന്നും അത്തരത്തിൽ കൃത്യമായ രേഖകളില്ലാതെ വരുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കും എന്ന് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ജില്ലയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. ഇന്നലെയും 5000-ലധികം ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 65,000-ലധികം ആളുകളാണ് ഇപ്പോൾ ജില്ലയിൽ കോവിഡ് രോഗബാധിതരായി ചികിത്സയിൽ കഴിഞ്ഞിരിക്കുന്നത്. കോവിഡ് കിടക്കകൾ, കോവിഡ് ആശുപത്രികളിലെ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒപ്പം 3000-ലധികം പുതിയ കിടക്കകൾ കൂടി ഓക്സിജനേറ്റഡ് ബെഡുകളടക്കം ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും വരും ദിനങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം വലിയ തോതിൽ ഉയരും എന്ന് കണക്കുകൂട്ടി തന്നെയാണ് ജില്ലയിലെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കിരൺ, ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മലപ്പുറത്ത് നിന്നും CV അനുമോദ് ചേരുന്നു. അനുമോദ, മലപ്പുറം ജില്ലയിലെ നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്? ജനങ്ങൾ സ്വമേധയാ ആ നിയന്ത്രണങ്ങളോട് യോജിച്ചു പോകുന്നുണ്ടോ? മറ്റ് ജില്ലകളിൽ നിന്നല്ല, പല സ്ഥലങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ വലിയ പെട്രോളിംഗ് വേണ്ടി വരുന്നില്ല, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സഹകരിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എങ്ങനെയാണ് മലപ്പുറത്തെ അവസ്ഥ? കിരൺ, ഞാൻ മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ പുലാമന്തോളിലാണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിനപ്പുറം പാലക്കാട് ജില്ലയാണ്. ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇവിടെ പരിശോധന പാലത്തിനോട് ചേർന്ന് മറ്റ് ജില്ലകളിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നും വരുന്ന ആളുകളെ കൃത്യമായി പരിശോധിച്ച്
ആവശ്യമായ രേഖകളുണ്ട് എന്ന് ഉറപ്പുവരുത്തി മാത്രമാണ് പോലീസ് കടത്തിവിടുന്നത്. നമുക്ക് കാണാം പലരുടെയും കയ്യിൽ ഇപ്പോൾ പോലീസ് നിഷ്കർഷിക്കുന്ന പാസോ സത്യവാങ്മൂലമോ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും തിരിച്ചു പോകേണ്ട ഒരവസ്ഥ. പോലീസ് കർശനമായിട്ട് തന്നെയാണ് ഈ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അത്തരത്തിൽ പോലീസ് നിബന്ധന പ്രകാരം എഴുതിയ പാസ് ഉണ്ടോ എന്ന് സത്യവാങ്മൂലം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ്. ഈ മലപ്പുറത്തിൻ്റെ അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന പാത കൂടിയാണ്. നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളിലേക്ക് പോകുന്ന ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള അനുമതി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി മാത്രമാണ് പോലീസ് ഇപ്പോൾ കടത്തിവിടുന്നത്. ഇതിനപ്പുറത്ത് പട്ടാമ്പിയാണ് കൊപ്പം പോലീസിൻ്റെ പരിശോധന. ഈ പാലത്തിനപ്പുറത്ത് പുലാമന്തൂർ പാലത്തിനപ്പുറത്ത് കൊപ്പം പോലീസിൻ്റെ പരിശോധനയും പുരോഗമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് ജില്ലയിലെ പല ഭാഗങ്ങളിലും കർശനമായ പരിശോധന പോലീസിൻ്റെ ഭാഗത്തുനിന്നും പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ആളുകൾ കുറവാണ് പുറത്തിറങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും വലിയ തോതിൽ തന്നെ പരിശോധന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് നടത്തിയിരുന്നു. പലർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സർക്കാർ നിബന്ധനകൾ പാലിക്കാതെയുള്ള ഈ ഒരു സഞ്ചാരം അത് ആവർത്തിക്കുകയാണെങ്കിൽ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ വരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന മുന്നറിയിപ്പ് പോലീസ് നൽകുന്നുണ്ട്. പലർക്കും വാഹനം കണ്ടുകെട്ടുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഈ ഒരു പോലീസ് നടപടി അനുസരിക്കുന്നതിന് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലയിലെ കോവിഡ് വ്യാപനമാണെങ്കിൽ ഇപ്പോൾ വലിയ തോതിൽ തന്നെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ മാത്രം 4500-ലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 35% മുകളിലാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലൊന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും കർശന നടപടികളാണ് ഇപ്പോൾ ഈ നിരത്തിൽ ഇറങ്ങുന്ന ആളുകൾ കൃത്യമായിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും സ്വമേധയാ തന്നെ ജനം ഇതിന്റെ ജാഗ്രത മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഇനി കോഴിക്കോട് ജില്ലയിൽ നിന്നും അശ്വിൻ വല്ലത്താണ് ചേരുന്നത്. അശ്വിൻ, കോഴിക്കോട്ടെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? കിരൺ, കോഴിക്കോടിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ തന്നെ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ജില്ലയാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇതുമായി ഈ പുതിയ ലോക്ക്ഡൌണുമായി ചേരാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഞായറാഴ്ച ദിവസമാണ്, അവധി ദിവസമാണ്. നഗരത്തിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. ഇന്നലെയൊക്കെ വന്നതിനേക്കാൾ വളരെ ചുരുക്കം വാഹനങ്ങൾ മാത്രമാണ് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആളുകൾ ഈ നിയന്ത്രണങ്ങളോട് സ്വമേധയാ സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മുൻപ് കഴിഞ്ഞ ഈ ആദ്യത്തെ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ എടുത്തതുപോലെയുള്ള കേസുകളൊന്നും ഇല്ല. ആകെ 84 കേസുകളാണ് ഇന്നലെ ഈ നിയമലംഘനത്തിന്റെ പേരിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 908 പേർക്കെതിരെ ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാത്തതിന്റെ പേരിൽ ഇന്നലെ കേസെടുത്തു എന്നതാണ്. ഇത്രയും ഈ അവബോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും മാസ്ക് ധരിക്കാത്തതിന്റെ പേരിൽ 908 പേർക്കെതിരെ ഇന്നലെ കേസ് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോഴിക്കോട് നഗരത്തിന്റെ 26 കേന്ദ്രങ്ങളിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള പരിശോധനയുണ്ട്. കൃത്യമായി ചോദിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് വരുന്നത് എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പരിശോധന കൂടുതൽ കർശനമാക്കുക തന്നെയാണ്. പെട്രോളിംഗ് സംഘങ്ങളെ ഈ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ജില്ലയിലെ പകുതിയോളം തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30% മുകളിൽ ഉള്ള ഒരു അവസ്ഥയിലാണ്. ഈ മേഖലകളിലെല്ലാം ഈ രോഗവ്യാപനം അതിതീവ്രമായി തുടരുന്നു. കോഴിക്കോടിന്റെ തീരദേശ മേഖലയിലും രോഗവ്യാപനം രൂക്ഷമാണ്. അങ്ങനെയാണ് ഈ ബേപ്പൂർ പുതിയാപ്പ ഹാർബറുകൾ അടച്ചിടാൻ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. അത് നാളെ രാവിലെ മുതൽ ബേപ്പൂർ പുതിയാപ്പ ഹാർബറുകൾ അടച്ചിടും. നേരത്തെ മത്സ്യബന്ധനത്തിന് പോയവരൊക്കെ ഇന്ന് വൈകുന്നേരത്തിനകം തിരിച്ചെത്തണം എന്നുള്ളൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇത് ഈ മേഖലയിൽ തീരമേഖലയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, ജോലിയില്ലാത്തൊരു സ്ഥിതിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ എന്നാൽ കൂടിയും ആ മേഖലയിൽ രോഗവ്യാപനം രൂക്ഷമായതോടുകൂടിയാണ് ഇങ്ങനെ ഹാർബറുകൾ അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്. മറ്റൊന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നൊരു ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ട്. PK ഗ്രൂപ്പ്സ്, PK സ്റ്റീൽസിന്റെ അവരുടെ നല്ലളത്തുള്ള പ്ലാന്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. ഈ പ്ലാന്റ് കൂടെ വരുന്നതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഓക്സിജൻ ക്ഷാമം പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ നേരിയ കുറവുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസം. മാത്രമല്ല കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഇന്നലെ ആദ്യമായി പോസിറ്റീവായവരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾ, ഏതാണ്ട് 4900 ആളുകൾ രോഗമുക്തരായെന്നതും ആശ്വാസം തരുന്ന വാർത്തയാണ്. കിരൺ, ശരി, അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോട്ടയത്ത് നിന്നും ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, കോട്ടയത്ത് നൽകാനുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്?
കിരൺ, ഏതാണ്ട് 100ഓളം സ്ഥലങ്ങളിൽ പോലീസിന്റെ പരിശോധന ശക്തമായി തുടരുകയാണ്. 12 പ്രധാനപ്പെട്ട ജില്ലയിലേക്കുള്ള വഴികളിലെല്ലാം തന്നെ ചെക്കിങ്ങുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നഗര കേന്ദ്രങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുന്ന കാഴ്ചയാണ് ഇന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആളുകൾ അത്യാവശ്യക്കാരാണ് കൂടുതൽ പോകുന്നതെന്നാണ് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ കണക്കെടുത്താൽ ഏതാണ്ട് 153 കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ഏതാണ്ട് 46 വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ജില്ലയിലാകെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അശ്വിൻ സൂചിപ്പിച്ച പോലെ തന്നെ ജനങ്ങൾ ഇതിനോട് സഹകരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഏതാണ്ട് കോട്ടയത്തും 500-ലധികം പേർക്കെതിരെ കൃത്യമായി മാസ്ക് ധരിക്കാത്തവർക്കെതിരെ കേസെടുത്തു. ഒരുപക്ഷെ ഈ സമയത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് അത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ആളുകൾ ഇത്രയധികം ബോധവൽക്കരണം നടത്തുമ്പോഴും ഇതിനോട് കൃത്യമായി സഹകരിക്കുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ഒരു കാര്യത്തിൽ ഉയർന്നു വരുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും ജില്ലയിൽ വലിയ ഏതാണ്ട് 2000 എന്ന നിലയിലൊക്കെ തന്നെയാണ് പോസിറ്റീവ് ആകുന്നവരുടെ ഏതാണ്ട് നെഗറ്റീവ് ആകുന്നവരുടെ കണക്ക് അതിനോട് ചേർന്ന് നിന്ന് പോകുന്ന സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കാണാൻ കഴിയുന്നത്. ആശുപത്രികളിൽ നിലവിൽ കിടക്കകളുണ്ട്. ഈരാറ്റുപേട്ടയിലെ റിംസ് ആശുപത്രി ഏറ്റെടുക്കാനുള്ള ശ്രമം, അത് അടച്ച് കോടതി വിധിയെ തുടർന്ന് ബാധ്യതകളെ തുടർന്ന് അടച്ചു കിടക്കുന്ന ആശുപത്രിയാണ്, അത് ഏറ്റെടുത്ത് നടത്താനുള്ള ശ്രമം ജില്ലാ ഭരണകൂടം മറ്റും നടത്തി വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ കൂടുതൽ കിടക്കകൾ, കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമം കൂടി ജില്ലയിലാകെ നടത്തി വരികയാണ്. കിരൺ, സംസ്ഥാനത്തെ ഭൂരിപക്ഷം ജനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങളോട് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുമ്പോൾ ചെറിയൊരു വിഭാഗം ജനങ്ങൾ എങ്കിലും മാസ്ക് പോലും ശരിയായ രീതിയിൽ ധരിക്കാത്ത കേസുകൾ ഉണ്ടാകുന്നു. അതാണ് പല ജില്ലകളിൽ നിന്നും മാസ്ക് ധരിക്കാത്തവർക്കെതിരെ എടുത്ത കേസുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ ബിപിൻ ചന്ദ് അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. 42 വയസ്സായിരുന്നു. മാതൃഭൂമി ന്യൂസ് സീനിയർ റിപ്പോർട്ടറായിരുന്നു. പറവൂർ ആലങ്ങാട് സ്വദേശിയാണ്. പൾസ് ഓക്സിമീറ്ററിന് അമിത വില ഈടാക്കിയാൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. മാസ്കിനും മെഡിക്കൽ ഉപകരണങ്ങൾക്കും അമിത വില ഈടാക്കുന്നതിനെതിരെയും നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പൾസ് ഓക്സിമീറ്ററിന് അമിത വില ഈടാക്കുന്നത് സംബന്ധിച്ച് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് 18 ഇമ്പാക്ട്. നേരത്തെ വാങ്ങിയ പൾസ് ഓക്സിമീറ്ററും ചിലരുടെ കയ്യിലുണ്ടാവും. അതൊക്കെ ശേഖരിച്ച് ഒരു പൂൾ ഉണ്ടാക്കാനും വാർഡ് തല സമിതികൾ നേതൃത്വം നൽകണം. ഉപകരണങ്ങൾക്ക് അമിത വില ഈടാക്കുന്ന പ്രശ്നം ചിലയിടത്ത് ഉയർന്നിട്ടുണ്ട്. ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ ശ്രദ്ധയിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം. കോവിഡ് രോഗിയുമായി നേരിട്ട് ഇടപഴകാതെ ചികിത്സ നൽകാൻ ലിനി പോട്ട് വരുന്നു. പുതിയ സംവിധാനം വികസിപ്പിക്കുന്ന തിരക്കിലാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ PA അനുരാഗ് എന്ന വിദ്യാർത്ഥി. സർവകലാശാലയുടെ സഹായത്തോടെ രൂപകൽപ്പന പൂർത്തിയാക്കി. കോവിഡ് പ്രതിരോധത്തിൽ മുൻനിര പോരാളികളാണ് ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ. രോഗവ്യാപനം രൂക്ഷമായതോടെ ജോലിഭാരവും അപകട സാധ്യതയും വർദ്ധിച്ചു. രോഗിയുമായി നേരിട്ടിടപഴകാതെ പരിശോധനയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമാണ് പുതിയ സംവിധാനം ലിനി പോട്ട്. നിപ പോരാട്ടത്തിൽ വിട്ടുപിരിഞ്ഞ നഴ്സ് ലിനിയോടുള്ള ആദരവാണ് ഇങ്ങനൊരു പേരിടാൻ പ്രചോദനം. ഡോക്ടർക്ക് വാർഡിൽ കയറി പുറത്തിറങ്ങിയിട്ട് ഈ ബൂത്തിൽ കൂടി സാധനം പോയിട്ടുണ്ടെങ്കിൽ ഫുൾ സാനിറ്റൈസ് ആയിട്ട് വേണമെങ്കിൽ അടുത്ത ആൾക്ക് വേണമെങ്കിൽ കയറാം. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനിലാണ് ഉണ്ടാക്കിയത്. കുസാറ്റിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ലിനിപോട്ട് നിർമ്മാണ സാമഗ്രികൾക്കുള്ള ഓർഡർ നൽകി കഴിഞ്ഞു. കോവിഡുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് മിഷൻ ക്ഷണിച്ച അപേക്ഷകളിൽ 400-ൽ 21-ാം സ്ഥാനം പദ്ധതിക്ക് ലഭിച്ചിരുന്നു. ദേശീയ തലത്തിലുള്ള ചില സംരംഭകരും പദ്ധതിയുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ലോങ് മാർച്ച് 5B റോക്കറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചെന്ന് ചൈന. മാലദ്വീപിന് സമീപമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റോക്കറ്റ് പതിച്ചത്. വിവരങ്ങളുമായി ആതിര സുധാകരനാണ് ചേരുന്നത്. അതേ കഴിഞ്ഞ 1-2 ദിവസമായി ഒരു ചെറിയ ആശങ്കയായ രീതിയിലും ഒരു പരിധിവരെ തമാശ എന്ന രീതിയിലും അടക്കം ഈ റോക്കറ്റ് എവിടെയും പതിക്കാം, അതിൻ്റെ തലയിൽ ഇനി ഹെൽമറ്റ് കൂടി വെച്ച് നടക്കേണ്ട അവസ്ഥയാണെന്ന് അടക്കം വന്നിരുന്നു. എവിടെയാണ് അത് പതിക്കുന്നത് എന്ന സംബന്ധിച്ചും ഒരു ആശങ്ക ഗൗരവമായി തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അവസാനം അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലേ?
എസ് കിരൺ ബാബു, ചൈനീസ് റോക്കറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വീണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സമയം ഏകദേശം 9 മണിയോട് കൂടി പതനം നടക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 9 മണിക്ക് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒമാൻ, ഇസ്രായേൽ രാജ്യങ്ങളിൽ നിന്ന് റോക്കറ്റ് കടന്നു പോകുന്ന ചിത്രങ്ങൾ ലഭിച്ചിരുന്നു. 100 അടി ഉയരവും 22 ടൺ ഭാരവുമുള്ള ലോങ് മാർച്ച് ബി റോക്കറ്റിന്റെ 18 ടൺ ഭാരമുള്ള ഭാഗമാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. ഏപ്രിൽ 29-നാണ് ഈ റോക്കറ്റ് വിക്ഷേപിച്ചത്. അതിനുശേഷം അതിന്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം തിരിച്ചിറക്കുന്നതിനിടെയാണ് ചൈനയ്ക്ക് ഈ റോക്കറ്റുമായുള്ള നിയന്ത്രണം നഷ്ടമാകുന്നത്. ഈ അവശിഷ്ടങ്ങൾ പതിക്കുന്നതിലൂടെ വലിയ നാശനഷ്ടം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു ആശങ്കയുടെ സാധ്യതകളില്ല എന്ന് നേരത്തെ തന്നെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. തിരികെ ഇരുന്ന റോക്കറ്റ് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ അവശിഷ്ടത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും കത്തി നശിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്ന് നേരത്തെ തന്നെ ചൈന വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. റോക്കറ്റിന്റെ സഞ്ചാരപഥം US സ്പേസ് കമാൻഡ് നിരീക്ഷിച്ചു വരികയായിരുന്നു. സെക്കൻഡിൽ 4.8 മൈൽ വേഗതയിലായിരുന്നു റോക്കറ്റ് സഞ്ചരിച്ചിരുന്നത്. ഇപ്പോൾ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവശിഷ്ടങ്ങൾ പതിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ശരി. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ മഹാമാരിയെ ചെറുത്തു നിൽക്കാനും തുടച്ചു നീക്കാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി സഹകരിക്കണം. നമ്മുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം ഇതിന് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പറയുന്ന ഓരോ കാര്യങ്ങളും നാം അതേപടി അനുസരിക്കുക തന്നെ വേണം. ജാതി മതഭേദമന്യേ കൊറോണയ്ക്കെതിരെ നമുക്ക് പോരാടാം. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭ നടപ്പാക്കിയ ധൂമസന്ധ്യ വിവാദത്തിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ വീടുകളിലും ശനിയാഴ്ച ധൂമസന്ധ്യ എന്ന പേരിൽ അപരാജിത ചൂർണം പുകച്ച നടപടിയാണ് വിവാദത്തിന് വഴിവെച്ചത്. നഗരസഭയുടെ നടപടിക്കെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രംഗത്തെത്തി. അപരാജിത ചൂർണം പുകച്ചാൽ എല്ലാത്തരം വൈറസുകളും ബാക്ടീരിയകളും ഇല്ലാതാകുമെന്നും വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനാകുമെന്നാണ് ധൂമസന്ധ്യ നടത്താനുള്ള അറിയിപ്പിനായി നഗരസഭ പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നത്. ഇതിനായി പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയിൽ നിന്നുള്ള അപരാജിത ചൂർണം നേരത്തെ തന്നെ നഗരസഭ വിതരണം ചെയ്തിരുന്നു. നഗരസഭയിലെ 52 വാർഡുകളിലെ 1.5 ലക്ഷത്തോളം വീടുകളിൽ ഒരേ സമയം ശുചീകരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അപരാജിത ചൂർണം പുകച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ രാജ. നല്ല ജാഗ്രതാ നിർദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാഗ്രതയോ അതോടൊപ്പം കരുതലുമാണ് നഗരസഭ വിഭാവനം ചെയ്യുന്നത്. കരുതലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ടെലിമെഡിസിൻ ആരംഭിച്ചിരിക്കുന്നത്. AM ആരിഫ് MPയും നിയുക്ത MLA PP ചിത്രഞ്ജനും വീടുകളിൽ അപരാജിത ചൂർണം പുകച്ച നഗരസഭയുടെ ധൂമസന്ധ്യയിൽ പങ്കാളികളായി. അപരാജിത ചൂർണം പുകച്ചും ഹോമിയോ ഗുളിക ഉപയോഗിച്ചും പ്രതിരോധിക്കാമെന്ന് ഒരു നഗരസഭ തന്നെ പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അഭിപ്രായപ്പെടുന്നു. അപരാജിത ചൂർണം പുകച്ചതിലൂടെയും ഹോമിയോ ഗുളികകൾ കഴിക്കുന്നതിലൂടെയും കോവിഡിനെതിരെ പ്രതിരോധശേഷി ലഭിക്കുമെന്ന തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കോവിഡിനെ ജാഗ്രതയോടെ നേരിടുന്നതിന് പകരം നിരുത്തരവാദപരമായി പെരുമാറുന്ന നഗരസഭയെ സർക്കാർ തിരുത്തണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇത്തരം മാർഗങ്ങളിലൂടെ കോവിഡിനെ ചെറുക്കാൻ കഴിയുമെന്ന് ലോകാരോഗ്യ സംഘടനയോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചോ കണ്ടെത്തിയിട്ടില്ല. കോവിഡ് പ്രതിരോധത്തിനായി ഹോമിയോ ഗുളികകളും നഗരസഭ വിതരണം ചെയ്യുന്നുണ്ട്. നഗരസഭയുടെ നടപടികൾ പ്രതിഷേധാർഹവും അപലപനീയവുമാണെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അറിയിച്ചു. നഗരസഭയുടെ ധൂമസന്ധ്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. കഴിഞ്ഞ ഒരു ദിവസത്തിൽ 4 ലക്ഷത്തിലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലായി 4000-ത്തിലധികം പേർ മരിച്ചു. മഹാരാഷ്ട്രയിൽ 53,605 പേർക്കും കർണാടകയിൽ 47,563 പേർക്കും തമിഴ്നാട്ടിൽ 27,397 പേർക്കും ഡൽഹിയിൽ 17,364 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. അസം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ BJP നിയമസഭാ കക്ഷി യോഗം ഇന്ന് ഗുവാഹത്തിയിൽ. ഉച്ചയ്ക്ക് 12 നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരും പങ്കെടുക്കും. മന്ത്രിയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ NDA കൺവീനറുമായ ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. 40 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് ഹിമന്തയുടെ വാദം. അതേസമയം സർബാനന്ദ സോനോവാൾ മുഖ്യമന്ത്രിയെ തുടരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. തർക്കം പരിഹരിക്കാൻ ഇരു നേതാക്കളെയും ഇന്നലെ ഡൽഹിക്ക് വിളിപ്പിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവർ ചർച്ച നടത്തിയിരുന്നു. 126 അംഗ നിയമസഭയിൽ NDAക്ക് 75-ഉം കോൺഗ്രസ് സഖ്യത്തിന് 50-ഉം സീറ്റാണുള്ളത്.
കവി കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ BJPയുടെ തോൽവി സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് നടപടി. 24 മണിക്കൂർ സമയത്തേക്കാണ് വിലക്ക്. 30 ദിവസത്തേക്ക് ഫേസ്ബുക്ക് ലൈവിൽ വരരുതെന്നും നിർദ്ദേശമുണ്ട്. ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ലംഘിച്ചെന്നാരോപിച്ചാണ് നടപടി. ഭരണകൂടത്തെ വിമർശിക്കുന്നവരോടുള്ള അസഹിഷ്ണുതയാണ് തന്റെ ഫേസ്ബുക്ക് മരവിപ്പിച്ചതിന് പിന്നിലെന്ന് സച്ചിദാനന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. വിമർശനം എന്നത് അടിസ്ഥാന സ്വാതന്ത്ര്യമാണ്, അതിന് കടിഞ്ഞാടിടാനാണ് ശ്രമമെന്നും സച്ചിദാനന്ദൻ പ്രതികരിച്ചു. പൊതുവെ തന്നെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണം സമീപകാലത്തായിട്ട് വളരെയധികം വർദ്ധിച്ചു കാണുന്നുണ്ട്. മുമ്പ് പ്രതികരിച്ചിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനൊക്കെ വർഷങ്ങളായിട്ട്, ഞാൻ 12 വർഷമായിട്ട് ഫേസ്ബുക്കിലുണ്ട്, വളരെ കാലമായിട്ട് പ്രതികരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കെതിരായിട്ടോ ഒന്നും മാത്രമല്ല, പല കാര്യങ്ങളിലും ഞാൻ ഒരേപോലെ പ്രതികരിക്കാറുണ്ട്, ഷാർപ്പായിട്ട് പ്രതികരിക്കാറുണ്ട്. അപ്പോ അതുകൊണ്ട് ഇതുവരെ ഇത്തരത്തിലുള്ള നടപടി നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് BJPയുടെ കേരളത്തിലും മറ്റ് പല പ്രദേശങ്ങളിലും ഉണ്ടായ പരാജയവും ഒക്കെ അവരെ വല്ലാതെ ഒരുതരം ഭീതിയിൽ ആഴ്ത്തിയിട്ടുണ്ടെന്നും അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ കൂടുതൽ നിയന്ത്രണത്തിനുള്ള ശ്രമം എന്നുമാണ്, അങ്ങനെയാണ് എന്റെ ഒരു നിരീക്ഷണം. കോവിഡ് വ്യാപനത്തിനിടെ മുൻനിര പോരാളികൾക്ക് പിന്തുണയുമായി റിലയൻസ് ഫൗണ്ടേഷൻ മിഷൻ കോവിഡ് സുരക്ഷ എന്ന പദ്ധതിയുടെ കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാസ്കുകൾ നൽകി വരുന്നു. കോവിഡ് ബാധിതർക്കും അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നവർക്കും ട്രാഫിക് പോലീസുകാർക്കും ഉൾപ്പെടെ മാസ്ക് നൽകുന്നുണ്ട്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. In association with അക്ഷരത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട. കായിക വാർത്തകൾ. ബുണ്ടസ് ലീഗിൽ തുടരെ 9ാം വട്ടവും ബയേൺ മ്യൂണിക്കിൻ ചാമ്പ്യന്മാർ. ബൊറൂസിയ മോൺഷനെ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് തോൽപ്പിച്ചതോടെയാണ് ബയേൺ കിരീടമുറപ്പിച്ചത്. സൂപ്പർ സ്ട്രൈക്കർ റോബർട്ടോ ലെവൻസ്കിയുടെ ഹാട്രിക്കാണ് ബയേണിനെ അനായാസ ജയത്തിലെത്തിച്ചത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടധാരണത്തിനായുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാത്തിരിപ്പ് നീളും. അവസാന നിമിഷത്തെ ഗോളിൽ ചെൽസിയോട് തോറ്റതാണ് സിറ്റിക്ക് തിരിച്ചടിയായത്. മത്സരം സമനിലയിലായിരുന്നുവെങ്കിലും സിറ്റിക്ക് കിരീടം ഉറപ്പിക്കാമായിരുന്നു. മതത്തിന്റെ വേലിക്കെട്ടുകളിൽ ഒതുക്കാവുന്നതല്ല മനസ്സിലെ നന്മ. അതിന്റെ നേർക്കാഴ്ച കാണാം മലപ്പുറം കാളികാവ് അടയ്ക്കാക്കൊണ്ട് പള്ളിയിൽ. പള്ളിക്കകത്ത് ജുമാമ നമസ്കാരം നടക്കുമ്പോൾ ഖബറിസ്ഥാനിൽ ശ്രീധരനും പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടാവും. ലോക്ക്ഡൌൺ മുമ്പ് വർത്തിയ ദൃശ്യങ്ങളുടെ ലോക മാതൃദിനത്തിൽ ഒരമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കാണാം. വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരം നടക്കുമ്പോൾ പള്ളിത്തൊടിയിൽ ശ്രീധരനും പ്രാർത്ഥനയിലാകും. തെന്നാടൻ സുബൈദയുടെ ഖബറിന് സമീപമാണ് ശ്രീധരന്റെ പ്രാർത്ഥന. സുബൈദയുടെ മക്കളായ ഷാനവാസും ജാഫറും നമസ്കാരം കഴിഞ്ഞെത്തിയാൽ ശ്രീധരന്റെ പ്രാർത്ഥന അവർക്കൊപ്പം. എന്താണ് ഈ ആത്മബന്ധത്തിന് കാരണമെന്നല്ലേ? ഓർമ്മയുറയ്ക്കാത്ത പ്രായത്തിൽ അനാഥത്തിലേക്ക് വീഴുമായിരുന്ന തന്നെയും സഹോദരിമാരെയും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സുബൈദ ശ്രീധരന് അമ്മ തന്നെയാണ്. ആ അമ്മയോടുള്ള ആദരവാണ് മുടങ്ങാതെയുള്ള പ്രാർത്ഥന. ശ്രീധരന്റെ അമ്മ ചക്കി തെന്നാടൻ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. ശ്രീധരന് 1.5 വയസ്സുള്ളപ്പോഴാണ് ചക്കി മരിച്ചത്. ഒന്നും അറിയാതെ പകച്ചു നിന്ന കുഞ്ഞുങ്ങളെ സുബൈദ വീട്ടിലേക്ക് കൂട്ടി. സ്വന്തം മക്കൾക്കൊപ്പം യാതൊരു കുറവുമില്ലാതെ വളർത്തി വലുതാക്കി. ശ്രീധരനെ ഗൾഫിലേക്ക് അയച്ചു. സഹോദരിമാരുടെ വിവാഹം നടത്തി. സുബൈദ മരിക്കുമ്പോൾ അടുത്തുണ്ടാകാൻ കഴിയാത്തതിന്റെ വിഷമം ശ്രീധരന് ഇന്നുമുണ്ട്. ഞാൻ ശരിക്കൊരു ഹിന്ദു ആയിട്ട് പോലും നമുക്കുണ്ടാകണം, അത് ഒരു അങ്ങനത്തെ ഒരു കൾച്ചറിലല്ല ശരിക്കും. നമ്മൾ അങ്ങനെ ഒരു ഹിന്ദു എന്ന് പറഞ്ഞാൽ അങ്ങനെ വകതിരിവില്ല. ശരിക്ക് അത്രയും ഇതൊക്കെ ആയി കഴിഞ്ഞിട്ടും ഞങ്ങളൊരു ജാതി മാറ്റാനോ മതം മാറ്റാനോ ഇവരാരും ശ്രമിച്ചിട്ടില്ല. ശരിക്ക് ഖബറിടത്തിൽ മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് എത്തുന്ന ശ്രീധരൻ നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് നൽകുന്നതെന്ന് പള്ളി ഭാരവാഹികൾ. ശ്രീധരൻ എന്ന് പറയുന്ന ആ സഹോദരനെ ചെറുപ്പം മുതൽ പോറ്റി വളർത്തി വലുതാക്കി. അതിനിടയിലാണ് ആ ഉമ്മ മരണപ്പെട്ടു പോയത്. ശ്രീധരൻ ആ സ്നേഹം ഇപ്പോഴും കാണിക്കുകയാണ്. ഈ ഖബർസ്ഥാനിൽ വന്ന് ആ ഉമ്മക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നിർവഹിക്കുകയാണ്. ഇതിലൂടെ ലോകത്തിന് വലിയ ഒരു നന്മയുടെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ്
നൽകുന്നത്. മാനവിക സ്നേഹത്തിന് മുൻപിൽ വിശ്വാസത്തിന്റെ മതിൽക്കെട്ടുകൾക്ക് സ്ഥാനമില്ലെന്ന സത്യമാണ് ഇവരുടെ ജീവിതം. ന്യൂസ് 18 മലപ്പുറം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com